ഏതാനും കാലമായി ഞാൻ അടിമലർ വണിതില്ലംബികെ ദുഷ്കൃതങ്ങൾ മാത്രം താൻ കൈക്കലാക്കി വിഷയസുഖമിതിൽ തീർത്തും മുങ്ങിത്തുടിച്ചേൻ ചേതസ്സിൽ കനിവാർന്നു ദേവിയെന്നിൽ പരസമായി ഭാവിച്ചിടാതെന്നുമേ മാതാവേ കാത്തുരക്ഷിക്കുക കഴലിണയിൽ ക്ഷീണനായി വീണൊരെന്നെ ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. ദ്വാദശസ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായം ഗൗതമ ശാപം, ബ്രാഹ്മണർക്കേറ്റ ഗൗതമ ശാപത്തിനെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ വ്യാസൻ ജനമേജയന് പറഞ്ഞു കൊടുക്കുന്നത്. ആ ഭാഗങ്ങളെയാണ് അവലോകനം ചെയ്തു വരുന്നത്. അങ്ങനെ ആ ആശ്രമത്തിൽ വന്ന ഋഷികളെ, മുനികളെ, ബ്രാഹ്മണരെ, ജനങ്ങളെയെല്ലാം ഈ ഗായത്രി ദേവി അനുഗ്രഹിച്ച് നൽകിയ ഈ അക്ഷയ പാത്രത്തിന്റെ സഹായത്താൽ അദ്ദേഹം ഗായത്രി ദേവിയെ ഉപാസിച്ചുകൊണ്ട് അവർക്കെല്ലാം വേണ്ട അന്നപാനാദികളെല്ലാം കൊടുത്ത് അവരെയെല്ലാം സന്തോഷിപ്പിച്ചു വന്നിരുന്നു. ആ സമയത്ത് ബ്രഹ്മഋഷിയായ നാരദൻ അവിടെ ചെന്നു. അവിടെ ചെന്ന നാരദനും ഗൗതമ മഹർഷിയെ അത്യന്തികം പുകഴ്ത്തി. ദേവലോകത്തും 3 ലോകങ്ങളിലും അങ്ങയുടെ നാമം, അങ്ങയുടെ കീർത്തി വർദ്ധിച്ചിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ ഗൗതമ മഹർഷിയെ അത്യധികം കീർത്തിച്ചു. എന്നിട്ടിതാ നാരദൻ അവിടെ നിന്ന് പ്രസ്ഥാനമായി. ഇത്രയുമെല്ലാം ആയപ്പോഴാണ് ഗൗതമന്റെ ഈ യശസ് കണ്ട് അസൂയ ഉണ്ടായി എന്നാ പറയുന്നത്. അവിടെയുള്ള മറ്റുള്ള ബ്രാഹ്മണർക്ക്, ഋഷികൾക്കെല്ലാം ഗൗതമനിൽ അസൂയയുണ്ടായി. അങ്ങനെ അസൂയപ്പെട്ട അവര് എങ്ങനെയെങ്കിലും ഗൗതമന്റെ യശസ് കളയണം, ഗൗതമന്റെ ഈ ശക്തി ഇല്ലാതെ കണ്ടാക്കണം എന്ന് വിചാരിച്ച് ഒരിക്കൽ എന്തു ചെയ്തു? അദ്ദേഹം ഗായത്രി മന്ത്രങ്ങൾ ജപിച്ച് ഗായത്രി ദേവിക്ക് അഗ്നിയിലൂടെ ആഹുതികളൊക്കെ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അഗ്നികുണ്ഡത്തില് അദ്ദേഹം അറിയാതെ കണ്ട് ചാവാറായ ഒരു പശുവിനെ മായ കൊണ്ട് നിർമ്മിച്ച് ഹോമം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ആ ഹോമശാലയിലേക്ക് കടന്നു ചെന്ന് ആ പശുവിനെ അവിടെ ആ അഗ്നികുണ്ഡത്തിൽ വീഴ്ത്തി എന്നാ പറയണത്. വൃദ്ധമായിട്ടുള്ള പശു വന്ന് ഇത്തരത്തിൽ വീണത് കണ്ട് ഗൗതമൻ വളരെയധികം ദുഃഖിതനായി തീർന്നു. അഗ്നികുണ്ഡത്തിൽ ഇങ്ങനെ ഒരു പശു വീണ് അശുദ്ധമായി ആ പശു മരിച്ചു എന്നുള്ളതിനെ ബ്രാഹ്മണരൊക്കെ ഇതാ ഗൗതമനോട് പറഞ്ഞപ്പോഴ് ഗൗതമൻ വളരെയധികം ദുഃഖിച്ചു കൊണ്ടുവന്ന് നോക്കി. അദ്ദേഹം ഉടൻ തന്നെ തന്റെ കണ്ണടച്ചുകൊണ്ട് ദേവിയെ ധ്യാനിച്ചു. എന്താ ഇതിനുള്ളൊരു കാരണം? അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഒരു തരത്തിലുള്ള പാപകൃത്യങ്ങളും ചെയ്തില്ല. അങ്ങനെയിരിക്കെ ഇത്തരത്തിലുള്ള ഒരു പാപകൃത്യം എൻ്റെ അഗ്നിയിൽ ഉണ്ടാവാനുള്ള കാരണമെന്താണ്, എൻ്റെ ഗൃഹത്തിൽ ഉണ്ടാവാനുള്ള കാരണമെന്താണ് എന്ന് സമാധിയിൽ ഇരുന്ന് കണ്ണടച്ച അദ്ദേഹം അതിനുള്ള കാരണം നോക്കി. അദ്ദേഹത്തിന് ദേവിയുടെ അനുഗ്രഹത്താൽ മനസ്സിലായി താൻ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഈ ബ്രാഹ്മണര് തന്നെ ചതിക്കാനായി ചെയ്ത പണിയാണ് ഇത് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി.
ഉടൻ തന്നെ പ്രളയകാലത്തെ രുദ്രന്റെ പോലെയുള്ള കോപമുണ്ടായി ഗൗതമന്. വേദത്തിലും വേദോക്തമായ ഗായത്രിയിലും അതിലെ മന്ത്രങ്ങളുടെ ജപത്തിലും ഹേ നീചബ്രാഹ്മണരെ, നിങ്ങൾ സർവദാ വിമുഗ്ധരായി തീരട്ടെ. വേദത്തിലും വേദോക്ത യാഗങ്ങളിലും അതിനെ സംബന്ധിച്ച വാർത്തകളിലും നിങ്ങൾ സർവദാ വിമുഗ്ധരായി തീരട്ടെ. ശിവനിലും ശിവമന്ത്രത്തിലും ശിവശാസ്ത്രത്തിലും നിങ്ങൾ സർവദാ വിമുഗ്ധരായി തീരട്ടെ എന്ന് പറഞ്ഞിതാ മൂലപ്രകൃതിയായ ദേവിയുടെ കഥകളിലും ധ്യാനത്തിലും നിങ്ങൾ സർവദാ വിമുഖരായി തീരട്ടെ എന്നൊക്കെ പറഞ്ഞ് കഠിനമായിട്ടുള്ള ശാപം കൊടുത്തു എന്നാണ് പറയണത് ഗൗതമൻ ബ്രാഹ്മണരോട്. അവരതിന് അർഹരായിരുന്നു, കാരണം അവരാണല്ലോ ഈ കൃത്യം ചെയ്തത്. ഗൗതമന്റെ യശസ് ഉണ്ടാവരുത്, ഗൗതമന്റെ പേര് നഷ്ടപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്ത ഈ സംഭവം ഇപ്പോൾ ഇതാ അവർക്ക് തന്നെ വിപത്തായി വന്നു എന്ന് പറയാണ്. ഗൗതമന്റെ ശാപം അങ്ങനെ ബ്രാഹ്മണർക്ക് കിട്ടി. അങ്ങനെ സകല വേദ ജ്ഞാനങ്ങളും അതേമാതിരി തന്നെ മന്ത്രതന്ത്രാദി വിദ്യകളിലൂടെ കിട്ടുന്നതായിട്ടുള്ള എല്ലാം, അതേമാതിരി തന്നെ ദേവന്മാരുടെ എല്ലാം അനുഗ്രഹങ്ങളൊന്നും കിട്ടാതാവട്ടെ എന്നുള്ള ഗൗതമന്റെ ശാപം ഈ ബ്രാഹ്മണർക്ക് കിട്ടി. ആ ശാപം വാക്കുകൊണ്ട് ശാപം നൽകിയിട്ട് ജലമെടുത്ത് ആചമനീയം ചെയ്ത ഗായത്രി ദേവിയെ ദർശിക്കാനുള്ള ഔത്സുക്യത്തോടുകൂടി ദേവിയെ പ്രണമിച്ച് ആ ദേവി ബ്രാഹ്മണരുടെ ദുശ്ചരിതം കണ്ട് വിസ്മയം പൂണ്ടു. ഇന്നും ദേവിയുടെ വദനം വിസ്മയം പൂണ്ടാണ് ഇരിക്കുന്നത് എന്ന് പറയാണ്. ആ ദേവി മുനിശ്രേഷ്ഠനായിട്ടുള്ള ഗൗതമനോട് പറഞ്ഞു, പാല് കൊടുത്താലും പാമ്പ് വിഷമേ തരുള്ളൂ. അത് കേട്ട ഗൗതമൻ ദേവിയെ നമസ്കരിച്ച് തന്റെ ആശ്രമത്തിലേക്ക് മടങ്ങി. ശാപം കിട്ടിയ വിപ്രന്മാർ വേദങ്ങളെല്ലാം മറന്നു, ഗായത്രി പോലും മറന്നതിൽ എല്ലാവരും അത്ഭുതപ്പെട്ടു. പിന്നെ പശ്ചാത്താപ വിവശരായ ബ്രാഹ്മണരെല്ലാവരും ഒത്തുചേർന്ന് ഗൗതമനെ സമീപിച്ചു. അവര് ആ ഗൗതമനെ ദണ്ഡനമസ്കാരം ചെയ്ത് തലയും താഴ്ത്തി നിന്ന് ഞങ്ങളുടെ തെറ്റ് പൊറുക്കണം, മാപ്പാക്കണം എന്ന് വീണ്ടും വീണ്ടും അപേക്ഷിച്ചു. കരുണാപൂർണനായ ഗൗതമ മഹർഷിയുടെ ആ ക്രോധം അപ്പോഴേക്കും താണിരുന്നു. അപ്പോഴാണത്രേ ഗൗതമ മഹർഷി അവരോട് പറഞ്ഞത്, കൃഷ്ണാവതാര കാലം വരെ കുംഭീഭാഗ നരകത്തിൽ നിങ്ങൾക്ക് കിടക്കേണ്ടി വരും. അതിനുശേഷം കലിയുഗത്തിൽ വീണ്ടും ഭൂമിയിൽ ജനിക്കും. ഞാൻ പറഞ്ഞതുപോലെ ഇതൊക്കെ നടക്കുമെന്ന് തീർച്ചയാണ്. എന്റെ ശാപത്തിൽ നിന്ന് മുക്തി കിട്ടണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഗായത്രി ദേവിയുടെ പാദപങ്കജത്തിനെ ഭജിച്ചോളൂ, മറ്റൊരു മാർഗവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഉപദേശിച്ച് എല്ലാവരെയും പറഞ്ഞയച്ചു. ഇങ്ങനെ ഒരു ശാപമുള്ളത് നിമിത്തമാണ് ജ്ഞാനസ്വരൂപനായിട്ടുള്ള കൃഷ്ണൻ ഇവിടം വിട്ട് വൈകുണ്ഠത്തിലേക്ക് പോയതിനെ തുടർന്ന് ആഗതമായിട്ടുള്ള കലികാലത്ത് കുംഭീഭാഗത്തിൽ നിന്ന് പണ്ട് ശാപശപ്തരായി കിടന്ന ബ്രാഹ്മണര് ഭൂമിയിൽ വന്നു ജനിച്ചു. അവർ ത്രിസന്ധ്യ അനുഷ്ഠിക്കാത്തവരും ഗായത്രിയിൽ ഭക്തിയില്ലാത്തവരും വേദഭക്തിയില്ലാത്തവരും നിരീശ്വരരും അഗ്നിഹോത്രാദി കർമ്മങ്ങളിൽ ശ്രദ്ധയില്ലാത്തവരും ഒക്കെയായി തീർന്നത്. അതുകൊണ്ട് രാജൻ പരമേശ്വരിയെ തന്നെ സേവിക്കണം. വിഷ്ണു ഉപാസന ശിവാപാസനയോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും ആ ദേവി ഉപാസന ഗായത്രി ഉപാസന ചെയ്യാതെ കണ്ട് ഏതൊരു വിധത്തിലുള്ള ഉപാസനകളും ചെയ്തതുകൊണ്ടൊരു ശക്തിയും കിട്ടുന്നില്ല എന്ന് ആ ഗായത്രി മന്ത്രത്തിന്റെ മഹാത്മ്യത്തെ, ഗായത്രി ഉപാസനത്തിന്റെ മഹാത്മ്യത്തെ അവിടെ പറഞ്ഞ് മണിദ്വീപ വർണ്ണത്തിനെ കുറിച്ചാണ്
മണിദ്വീപിന്റെ വർണ്ണത്തിനെ കുറിച്ചാണ് ഇനി അടുത്ത അധ്യായം മുതൽ തുടങ്ങുന്നത്. നമുക്ക് നാളെ മുതൽ ആ ഭാഗങ്ങളിലേക്ക് കടക്കാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീ ഹരയേ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ.